കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് പെരിഞ്ചീരകം, പിന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് 4 ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് അരിഞ്ഞു. ഒത്തിരി സൈസൊന്നും നോക്കണ്ട, കാരണം നമ്മൾ മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണ്. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേന്, ഒത്തിരി ഒന്നും ആകണ്ട, ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേന് ഇച്ചിരി തക്കാളി, അത് 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്. അതിലൊരു തക്കാളിയുടെ അകത്തെ കളഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്, അങ്ങനെ ഒത്തിരി പുളിയാകാതിരിക്കാം. പിന്നെ ആ തക്കാളിയുടെ തൊലി ഇങ്ങനെ വരുമ്പോഴത്തേനൊന്നും ഇളകി വരത്തില്ല, അപ്പത്തിന് അത് ആയെന്നാണ് അർത്ഥം. പിന്നെ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതെല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് എഗ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക, ഒരു ടേസ്റ്റിന് ഒന്നുകൂടെ ഒരു ഗുമ്മ് കിട്ടാനായിട്ട്. 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കാഷ്യൂനട്ട് എടുത്ത് വെള്ളത്തിലിട്ട് പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക, ഒരു 10 എണ്ണം മതിയായിരിക്കും. ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച മസാലയും കൂടെ വെച്ച് അടിച്ചെടുക്കുക. ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് ചൂടുവെള്ളത്തിലിട്ട് വെക്കുക. പിന്നെ നമ്മൾ അടിച്ചെടുത്ത ആ മസാല ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്, അപ്പം നമുക്ക് അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണോ അതിൻ്റെ പകുതി, ആ ഒരു പാത്രത്തിൻ്റെ പകുതി ചേർത്താൽ മതി. ഞാൻ ഇച്ചിരി കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്, അതപ്പോൾ കുറച്ച് നേരം സിമ്മറിൽ നമ്മൾ വെക്കേണ്ടി വരും. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക, നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1/4 പാലും ഒഴിച്ചു കൊടുക്കാമേ. പിന്നെ അതിലേക്ക് നമ്മളൊരു മാജിക് മസാല ഇട്ട് കൊടുക്കുക, ഒരു കുറച്ചുകൂടെ നല്ല അടിപൊളി ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ക്രീം ചേർത്ത് കൊടുക്കുക, ഓപ്ഷനിലാണ്. പിന്നെ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്, എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. അപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.